പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലായിരുന്നു ഈ സർക്കാരിന്റെ അപേക്ഷ. വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നുള്ള അപേക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചത് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായും വരുന്നത്. സമൂഹ മനസാക്ഷി ഞെട്ടിച്ച കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകേണ്ടത് കോടതിയുടെ കടമയെന്ന നിരീക്ഷണത്തോടെയായിരുന്നു അന്ന് വിചാരണ കോടതി ആദ്യം ശിക്ഷാവിധിയായി കൽപ്പിക്കുന്നത്. ഇതേ ശിക്ഷ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാന വാർത്ത. പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവമാണ്. 2016 ഏപ്രിൽ 28-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൊലപാതകം നടന്നത്. ആദ്യ ദിവസങ്ങളിൽ പോലീസ് ഏറെ പഴി കേട്ട ഒരു വാർത്ത. മാധ്യമ ശ്രദ്ധ പോലും ആദ്യം ശരിയായി പതിഞ്ഞിട്ടില്ല എന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്ന സംഭവം ഒടുവിൽ സമൂഹ മാധ്യമങ്ങളും കേരളവും തന്നെ ഒന്നാകെ ഏറ്റെടുത്ത് ജിഷയ്ക്കുള്ള നീതിക്കായി ക്യാമ്പയിനുകൾ ശക്തമാക്കി. ഇതിന് പിന്നാലെയായിരുന്നു ഈ കേസിൽ പ്രതിയെ അറസ്റ്റിലാവുന്നതും അതേ തുടർന്നുള്ള കോടതി നടപടികളും. രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രേഷ്മ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വധശിക്ഷ ശരിവച്ചിരിക്കുന്നു. വധശിക്ഷ നടപ്പാക്കണം അല്ലെങ്കിൽ വധശിക്ഷ ശരിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ, അതിന്റെ ആ ഹർജിയിലാണ് അല്ലെങ്കിൽ ആ അപേക്ഷയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. നേരത്തെ ഈ പെറ്റീഷനകത്ത് അടക്കം വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നിൽ നടന്നിരുന്നു. 2018-ലാണ് സർക്കാർ ഇത്തരം ഒരു അപേക്ഷ നൽകുന്നത്. അതേ സമയത്ത് തന്നെയാണ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് അമീറുൽ ഇസ്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അപ്പീൽ നൽകുന്നത്. ഈ അപ്പീലിലും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ അപേക്ഷയിലും വിശദമായിട്ട് തന്നെ ഹൈക്കോടതി വാദം കേട്ടിരുന്നു. വാദം കേട്ട വേളയിലൊക്കെ തന്നെ ഹൈക്കോടതി പരിശോധിച്ചത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകൾ എത്രത്തോളം ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വധശിക്ഷ ശരിവെക്കത്തക്ക രീതിയിലുള്ള എത്രത്തോളം ഘടകങ്ങൾ ഈ കേസിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിർത്തിയിട്ടുള്ള വാദഗതികൾ, അതിനാസ്പദമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ കേസിൽ ദൃക്സാക്ഷികളില്ല, അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് തന്നെ കുറ്റക്കാരനാക്കിയത്, ഇതിൽ പോലീസിന്റെ കള്ളക്കളി ഉണ്ട് തുടങ്ങിയ വാദഗതികൾ പ്രതിഭാഗം ഹൈക്കോടതിയിലും ഉന്നയിച്ചിരുന്നു. കീഴ്ക്കോടതിയിലും സമാനമായിട്ടുള്ള വാദഗതികൾ തന്നെയായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറെ നിർണായകം. പക്ഷേ ഈ വാദഗതികളൊക്കെ തന്നെ അതിന് തക്ക രീതിയിലുള്ള മറുവാദം ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാരിനായി. മാത്രമല്ല, അപൂർവമായിട്ടുള്ള കേസിന്റെ പശ്ചാത്തലം, ആ ഘടകങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നോട്ട് വെക്കാനായി. മാത്രമല്ല, നേരത്തെ തന്നെ, അതായത് ഈ 2023 ഹൈക്കോടതി ഒരു മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 2 കേസുകളിൽ, കേരളത്തെ ഞെട്ടിച്ച 2 കേസുകളിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പ്രതികളുടെ വധശിക്ഷ പുനഃപരിശോധിക്കുന്ന കാര്യത്തിൽ ഒരു ഉത്തരവ് നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു കാര്യം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി ഈ മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി നിയോഗിച്ചു. ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ഹൈക്കോടതി മുൻപാകെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാദം, അപൂർവമായിട്ടുള്ള കേസുകളിൽ വധശിക്ഷ നൽകാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ തന്നെ ഈ കേസിലുമുണ്ട്. മാത്രമല്ല, അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത കുട്ടിയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്, നിരായുധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരു ദയയും പ്രതി അർഹിക്കുന്നില്ല എന്നുള്ളൊരു വാദം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതുമാത്രമല്ല, ഈ ഹർജിയിലും അതോടൊപ്പം തന്നെ പ്രതിയുടെ അപ്പീലിന്മേലടക്കം
വാദഗതികൾ പരിശോധിച്ച വേളയിൽ ഹൈക്കോടതി ഈ പ്രതിക്ക് മാനസാന്തരത്തിന് ഏതെങ്കിലും തരത്തിൽ പശ്ചാത്തലമുണ്ടോ അല്ലെങ്കിൽ മാനസാന്തരത്തിന് വഴിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ വധശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വധശിക്ഷയുടെ നടപടിക്രമങ്ങൾ അത് ഹൈക്കോടതി ആ അനുമതി സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷേ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായിട്ടുള്ള അർഹത പ്രതിക്കുണ്ട്. അതോടൊപ്പം തന്നെ ദയാഹർജി അല്ലെങ്കിൽ അത്തരമുള്ള പ്രസിഡന്റിനെ അടക്കം സമീപിക്കാനുള്ള മറ്റ് നിയമ നടപടിക്രമങ്ങളുമുണ്ട്. എന്തായാലും കീഴ്ക്കോടതി സാധാരണഗതിയിൽ ഏതെങ്കിലും കേസുകളിൽ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം ഹൈക്കോടതി അതിന് അനുമതി നൽകേണ്ടതുണ്ട്. സ്വാഭാവിക നടപടിക്രമം എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു അപേക്ഷ എന്നുള്ള രീതിയിലായിരിക്കും ഇത് ഹൈക്കോടതിയുടെ മുന്നിൽ വരിക. അതോടൊപ്പം തന്നെ പ്രതിഭാഗം, അതായത് ഇതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവരുടെ വാദഗതികളും പരിശോധിക്കണം. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തത് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു. കാരണം അതിൽ നേരത്തെ സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മിറ്റിഗേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റൊരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിന് മേലുള്ള നടപടിക്രമം എന്നുള്ള രീതിയിലാണ് ഒരു അമിക്കസ് ക്യൂറിയെ കൂടി ഈ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ചത്. ആ റിപ്പോർട്ട് അടക്കം കൂടി പരിശോധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അമീറുൽ ഇസ്ലാമിന്റെ സാമൂഹിക പശ്ചാത്തലം, പ്രതി എത്രത്തോളം മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ജയിൽ അധികൃതരും അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ വിദഗ്ധരും നൽകിയ റിപ്പോർട്ട് കൂടി ഹൈക്കോടതി പരിഗണിച്ചു. എന്തായാലും പ്രതിഭാഗം ഉന്നയിച്ച വാദഗതികളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. മാത്രമല്ല പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം തന്നെ കുറ്റക്കാരനാക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ കേസ് കെട്ടിച്ചമച്ചു എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ കേസിൽ ഈ സംഭവത്തിൽ ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നു, തന്റെ പ്രായം കൂടി പരിഗണിക്കണമെന്നുള്ള വാദവും പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച് പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ് ഈ കേസിൽ ഹൈക്കോടതി മുൻപാകെ അമീറുൽ ഇസ്ലാം ഹാജരാക്കിയത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് ഈ കേസിലെ എല്ലാ സാഹചര്യങ്ങളും അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജിഷ വധക്കേസിലെ പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി അല്പസമയം മുൻപാണ് ഈ ഒരു വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.